ഷാമെ, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അദ്ദേഹം തന്നെ തീരുമാനിക്കണം, അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂർ ഒരു തീരുമാനം എടുക്കും. അത് സാധാരണഗതിയിൽ ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കും. ഈ ഭാഗ്യലക്ഷ്മി എന്ന പോലെയാണ് മോഹൻലാൽ ഏത് സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ തീരുമാനിച്ചു തുടങ്ങിയെന്ന് നമുക്കറിയത്തില്ല. ഭാഗ്യലക്ഷ്മിക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കാം. പക്ഷെ മോഹൻലാലിനെ പോലൊരു നടൻ, 4 ദശാബ്ദമായി നിൽക്കുന്ന ഒരു നടൻ ഞാൻ പറയുന്ന സിനിമയിലെ അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? സിനിമയായിട്ട് കാണാൻ പോലും തയ്യാറല്ലാത്ത ഒരു സിനിമാ പ്രവർത്തകയായി ഭാഗ്യലക്ഷ്മി മാറിയിട്ടുണ്ടോ എന്ന് ഭാഗ്യലക്ഷ്മി തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ ടൂളായി മാറുകയാണ്. അതെ, ഒരു വലിയൊരു സംഘത്തിന്റെ ടൂളായി ഇവർ മാറുകയാണ്. നീ ചെയ്യുന്നത് എന്താണെന്ന് നീ അറിയുന്നില്ല എന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരുടെ വാക്കുകളെയൊക്കെ വളച്ചൊടിച്ച് അവർ ഉപയോഗിച്ചു തുടങ്ങി. ദിലീപിന്റെ സിനിമകളെ ഞാൻ ഏത് സിനിമ ഇറങ്ങിയാലും അതിനെ ഞാൻ പരാജയപ്പെടുത്താൻ എന്തും ചെയ്യുമെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പോസ്റ്റർ പ്രചാരണം ഇവിടെ നടക്കുകയുണ്ടായി. അത് നടന്ന് കുറെ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഭാഗ്യലക്ഷ്മി പറയുന്നു ഞാനത് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അവരുകൊണ്ട് DGPക്ക് പരാതി കൊടുത്തു. അവർ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവർ പ്രത്യേകിച്ചും ഇവിടെ കുറെ ഈ പറയുന്ന പോലെ മോഹൻലാൽ പോലെയുള്ള നടന്മാരെ തകർക്കാൻ വേണ്ടി ഒരു സംഘം ഇവിടെ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന മഹേഷിന്റെ പ്രതികാരം ഇറങ്ങുന്നതിന് കുറച്ചു കാലം മുമ്പ് രൂപപ്പെട്ട ഈ സംഘം അന്ന് മുതൽ ഇന്ന് വരെയും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ മോഹൻലാലിന് ഇട്ടിരിക്കുന്ന പേര് ലാലപ്പൻ എന്നാണ്, ദിലീപിന് ഇട്ടിരിക്കുന്ന പേര് പേട്ടൻ എന്നാണ്. അങ്ങനെ ഒരു എന്താ പറയുക, കുറെ നടന്മാരെ ഇവർ ഇങ്ങനെ എന്താ പറയുക കറക്റ്റായിട്ട് കോർണർ ചെയ്ത് വെച്ചുകൊണ്ട് അവർക്കെതിരെ അമ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആയുധമാണ് ദിലീപിന്റെ ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ റോള്. അതാണ് വന്നിരിക്കുന്നത്. അതാണ് ഭാഗ്യലക്ഷ്മിയെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. ഒരു നിമിഷം അദ്ദേഹം ആലോചിച്ചില്ലല്ലോ എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. അവൾ അനുഭവിച്ച 2 മണിക്കൂറിന്റെ വേദന എന്താണെന്ന് മലയാളത്തിന്റെ മഹാനടൻ മനസ്സിലാകാത്തത് എന്ന രീതിയിലൊക്കെയാണ് മാഡം സംസാരിക്കുന്നത്. അങ്ങനെയാണ് സംസാര രീതി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ഓപ്പൺ ഫോറത്തിൽ വളരെ രൂക്ഷമായി വിമർശിച്ചു. ദിലീപ് വില്ലനിസം അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അയാൾ സാധാരണ ഒരാൾ കേസിൽ നിന്ന് മുക്തനാകുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, സത്യം ജയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു നടിയുടെ പേരാണ്, അവരുടെ പേരാണ്. അതായത് അയാൾ ഈ വില്ലനിസം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് അയാളുടെ ശാരീരിക പ്രകൃതി അതിൽ തെളിയിക്കുന്നുണ്ട് എന്നാണ് ഈ ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഭാഗ്യലക്ഷ്മിയോട് നമുക്ക് ബഹുമാനമുണ്ട്. ഒട്ടനവധി ചിത്രങ്ങളിൽ ഡബ് ചെയ്തിട്ടുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും മനോഹരമായിട്ടുള്ള പല കഥാപാത്രങ്ങൾക്കും ശബ്ദം കൊടുത്തിട്ടുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഭാഗ്യലക്ഷ്മി. അങ്ങനെയുള്ള ഭാഗ്യലക്ഷ്മിയോട് നമ്മൾ പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ കോടതി വെറുതെ വിട്ട നടനായിട്ടുള്ള ദിലീപ് കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മിണ്ടിയിട്ടില്ല. മിണ്ടാൻ അവസരവുമില്ല. അത് ആൾറെഡി കേൾക്കാനും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 8.5 വർഷം ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയോട് പോരാടി നീതിന്യായ വ്യവസ്ഥയിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു. നമുക്കെന്താണ് ഈ കോടതി അംഗീകരിക്കാൻ, ഭാഗ്യലക്ഷ്മിക്ക് എന്താണ് ഈ കോടതി അംഗീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഒരു കാര്യം ചെയ്യും. ഭാഗ്യലക്ഷ്മി രാവിലെ വീട്ടിലിരുന്ന ഒരു വിധിന്യായം എഴുതിയിട്ട് ഹണി എം വർഗീസിന് കൊണ്ടുപോയി കൊടുക്ക്, അത് വായിക്കാൻ പറയും. തൃശ്ശൂരിൽ അവരുടെ കുടുംബം ഇവിടെ വേണമെങ്കിൽ വഴി പറഞ്ഞു കൊടുക്കാം. അവിടെ പോയിട്ട് അത് കൊണ്ടുപോയി ഹണി എം വർഗീസിന് കൊടുത്തിട്ട് അടുത്തൊരു ഡേറ്റ് എടുക്കുക. ഇപ്പൊ 8-ാം തീയതി അല്ലേ വന്നത്? ഡിസംബർ 8 മാത്രമല്ല 8-ാം തീയതി ആയിട്ടുള്ളത്. അടുത്ത ജനുവരി 8 വരുന്നില്ലേ? ജനുവരി 8 ഈ കേസിന്റെ ഈ വിധി ഈ രീതിയിൽ വായിക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് എഴുതി കൊടുക്കുന്നേ. ഇതെല്ലാം ഇതിനപ്പുറം എന്ത് പറയാൻ പറ്റും ഇവരോടൊക്കെ? ഇവരങ്ങ് പ്രഖ്യാപിക്കുകയാണ് വിധി ശരിയല്ല, കോടതി ശരിയല്ല, കോടതിയിൽ നിന്ന് തങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. ഇത് എല്ലാവരും കൂടി പറഞ്ഞാൽ ഈ നീതിന്യായ വ്യവസ്ഥ എവിടെ പോയി കിടക്കും? എന്തായിരിക്കും സംഭവിക്കുക? മാർട്ടിൻ ആന്റണിയുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ മാർട്ടിൻ ആന്റണിയാണ് ശരിയെന്ന് തോന്നും. മാർട്ടിൻ ആന്റണി പറഞ്ഞു വെക്കുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ മാർട്ടിൻ ആന്റണിയാണ് ശരിയെന്ന് തോന്നും. മാർട്ടിൻ ആന്റണി പറയുന്നു എന്നെ ഒരു ഓട്ടം പറഞ്ഞു വിട്ടു, ലാലിന്റെ മകൻ, ലാലിന്റെ പ്രൊഡക്ഷൻ കൺട്രോളായിട്ടുള്ള അനൂപ് എല്ലാവരോട് ചേർന്ന് ലാൽ ക്രിയേഷൻസിന് വേണ്ടി എന്നെ ഓട്ടം പറഞ്ഞു വിട്ടു. നടിയുടെ അവിടെ ചെല്ലുമ്പോൾ പാലിയേക്കര ടോൾ പ്ലാസ കഴിയുമ്പോൾ മാത്രമേ നടിയുടെ മാതാവിനെ വിളിക്കാവെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് മാർട്ടിൻ ആന്റണി പറയുന്നത്. അങ്ങനെ പാലിയേക്കര ടോൾ പ്ലാസ കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ചു, അവരെനിക്ക് വഴി പറഞ്ഞു തന്നു. ഞാൻ അവിടെ ചെന്നു. അതിനിടയിൽ തന്നെ എനിക്ക് മറ്റൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു, നടി എന്തൊക്കെ ആവശ്യപ്പെടുന്നു അതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന്. അതിനൊപ്പം ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ഫോൺ നടിക്ക് കൊടുക്കണമെന്ന്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നടിയുടെ അമ്മയും ഉണ്ടായിരുന്നു. എൻ്റെ ഫോൺ നടി വാങ്ങിച്ചു.
നടി XUV ഉള്ളിൽ കയറി എന്നെ പുറത്തിറക്കിയിട്ട് ആരോടോ ഫോണിൽ സംസാരിച്ചു. ഇതിനുശേഷം കാറിനുള്ളിൽ കയറാൻ പറഞ്ഞു. കാറിനുള്ളിൽ കയറി മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ ഒരാൾ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് ഫ്രണ്ടിൽ കിടക്കുന്ന വാഹനത്തിൽ കൊണ്ട് ഡിക്കിയിൽ വെക്കാൻ പറഞ്ഞു. ഞാൻ ഡിക്കിയിൽ വെക്കുന്ന സമയത്ത് വേറെ പേർ വന്ന് കയറി. ലാൽ ക്രിയേഷൻസിൽ വെച്ച് ലാലിന്റെ മകരെയും ലാലിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിട്ടുള്ള അനൂപിനെയും ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് അവരാണെന്ന് മനസ്സിലായി. പിന്നീട് മുന്നോട്ട് പോകുകയും മറ്റൊരു വാഹനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നതാണ് ഈ പറയുന്ന പോലെ അതിനുള്ളിലുള്ള ഒരു സംഭാഷണം. അവനെ എന്നേക്കുമായി തകർത്ത് കളയണം, അവൻ എൻ്റെ കാലിൽ വന്ന് വീഴണം എന്നൊക്കെ പറയുന്നതായി താൻ കേട്ടു. ഇതൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ പുറത്തുവന്നിരിക്കും. ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞാൽ അയാളാണ് ശരിയെന്ന് തോന്നുന്നു. അതെ, അയാൾ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ ഇരുന്ന് അയാളും പറയുന്നുണ്ട്. ഇത് എല്ലാവരും കൂടെ ചേർന്ന് ഒരു വിധിന്യായം വന്ന ശേഷം ഈ വിധി ശരിയല്ല എന്നൊരു ഈ വിധിന്യായം കോടതി ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് എവിടെ പോയി നിൽക്കും? നമ്മുടെ സിസ്റ്റത്തിനോട് ബഹുമാനമില്ല എന്നുള്ളതാണല്ലോ. സിസ്റ്റത്തോട് ബഹുമാനമല്ല, സിസ്റ്റത്തെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണല്ലോ അവരോട് ചേർന്നിട്ട്. എല്ലാവരോടെ ചേർന്ന് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറയുന്നില്ല ഇന്ത്യയിലെ എല്ലാ കോടതി വിധിന്യായങ്ങളും ശരിയാണെന്ന് പറയുന്നില്ല. എല്ലാ കോടതി വിധിന്യായങ്ങളും ശരിയാകണമെന്നില്ല. കാര്യം കോടതിയിലെ വിധി എഴുതുന്ന ജഡ്ജിയും മനുഷ്യനാണ്. സ്വാഭാവികമായും എല്ലാ വിധിന്യായവും ശരിയാകാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്ത് വേറൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞപ്പോൾ ദിലീപ് കാശ് കൊടുത്ത് സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. പോലീസിന് കൊണ്ട് ദിലീപിന് കാശ് കൊടുക്കാൻ പറ്റും? പോലീസുകാർക്ക് കൊടുക്കും. ദിലീപിനെ പൂട്ടാൻ വേണ്ടി മെനക്കെട്ട് നടക്കുന്നവരാണ് പോലീസുകാർ. അതെ, ആ പോലീസിനെ എങ്ങനെയാണ് ദിലീപ് കൊണ്ട്? ഇവരാണല്ലോ എഴുതുന്നത്, ഈ സാധനമാണല്ലോ കോടതി വരുന്നത്. അപ്പോൾ അവർ ദിലീപിന് എതിരായി എഴുതി വയ്ക്കുന്ന പോലീസിന് കൊണ്ട് ദിലീപ് കാശ് കൊടുക്കും. പിന്നെ ജഡ്ജിയെ സ്വാധീനിച്ചു എന്നൊക്കെ കാശ് കൊടുത്ത് സ്വാധീനിച്ചു എന്നൊക്കെ പറയുന്നത് അധികപ്പറ്റാണ്. അല്ല, ജഡ്ജിയെ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഹൈക്കോടതി വിജിലൻസ് ഒക്കെ ഉണ്ടല്ലോ. അതെ, നിങ്ങൾ പരാതി കൊടുക്ക്. ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പരാതി കൊടുക്ക്. നിങ്ങളുടെ പക്കൽ ഈ പറയുന്ന പോലെ ഹാഡിയം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജി കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്ക്. പരാതി കൊടുത്തിട്ട് അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യും. ഒരു ജഡ്ജി കൈക്കൂലി മേടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം. പരാതി കൊടുക്കുക. തെളിവുണ്ടെങ്കിൽ തെളിവ് കൊണ്ട് ഹാജരാക്കി കൊടുക്കുക. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെറുതെ ഇങ്ങനെ കിട്ടുന്ന മൈക്കുകൾ ഓരോ സ്ഥലങ്ങളിൽ കിട്ടും. ചാനൽ ചർച്ചകൾ കിട്ടും. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇപ്പം ഒരു സിനിമയിൽ ഈ സിദ്ദിഖ് ഇങ്ങനെ കറങ്ങി അടക്കിയ, സിദ്ദിഖിന് കുറച്ച് മെന്റൽ പ്രോബ്ലം ഉണ്ട്. കറങ്ങി അടക്കുമ്പോഴത്തേക്ക് ഒരു സംഗീത സദസ്സ് കാണും. സിദ്ദിഖ് അവിടെ കയറി പാട്ടങ്ങ് പാടും. മുക്കില്ല രാജ്യത്തെന്ന സിനിമയുടെ. അതുപോലെ കുറെ ആളുകൾ, ഭാഗ്യലക്ഷ്മി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറെ ആളുകൾ എവിടെങ്കിലുമൊക്കെ മൈക്ക് കണ്ടു കഴിഞ്ഞാൽ കയറി നിന്ന് പ്രസംഗിച്ചിട്ട് ദിലീപിനെ രണ്ട് തെറി പറയാ, ദിലീപിനെ തെറി പറയാ, രാമൻപിള്ളയും തെറി പറയാ, ഏറ്റവും അവസാനം അവൾക്കൊപ്പം എന്ന് പറയുക, പോവുക. അല്ല, രാമൻപിള്ളയും തെറി പറയുന്നുണ്ട്. രാമൻപിള്ള തന്റെ പിന്നെ കക്ഷിക്ക് വേണ്ടി വാദിക്കാതെ തന്നെ അപ്പുറത്തുള്ള ആളിന് വേണ്ടി വാദിക്കാൻ പറ്റും. രാമൻപിള്ള ആലുവ ശിവക്ഷേത്രത്തിൽ തൊഴുവാനായി പോകുന്ന സമയത്ത് ആലുവ പുഴ പ്രതികാരം വീട്ടും പോലും കുഴപ്പമില്ല. ആലുവ പുഴ പ്രതികാരം വീട്ടാതിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നമ്മളൊന്നും നമ്മുടെ ബാധിക്കുന്ന കാര്യം. ആലുവ ശിവക്ഷേത്രം മിക്കപ്പോഴും അവിടെ ആറാട്ടം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ആലുവ പുഴ കയറി വന്ന ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങുന്നതാണ് അവിടുത്തെ ആറാട്ടം എന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ സംഗതി. ഇപ്പൊ അതിന്റെ കൂടെ രാമൻപിള്ളയും കൂടെ മുക്കുമെങ്കിൽ മുക്കട്ടെന്നേ. ഏറെ എന്താ ഇപ്പൊ പറയാം. ഇതിനകത്തൊരു പ്രതികാരപരമായിട്ടുള്ളൊരു വാക്ക് അവരുടെ ഞാൻ കേട്ടോ. വളരെ പ്രതികാരത്തിന്റെ എന്താ പറയാ അങ്ങേയറ്റം. അത് ശരിക്കും പറഞ്ഞാൽ ദിലീപിനല്ല. ഈ ദിലീപ് ഇറങ്ങി വന്നപ്പോൾ ദിലീപ് നടത്തിയൊരു പ്രതികരണം മഞ്ജു പറഞ്ഞത് മുതലാണ് താൻ ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശരീരഭാഷയൊക്കെ തെറ്റാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശരീരഭാഷയ്ക്കും വലിയ കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഓപ്പൺ ഫോറത്തിൽ ഒരു സംസാരിച്ച ഒരു വാക്ക് ഞാൻ വായിക്കാം. അയാളുടെ മാർക്കറ്റ് ഇല്ലാതാകുമ്പോൾ അയാളുടെ കയ്യിൽ പണവും ഇല്ലാതാകും. ആ പണം ഇല്ലാതാകുമ്പോൾ പിന്തുണയ്ക്കുന്നവരുടെ സംസാരം നിൽക്കും. മനസ്സിലായോ? അതായത് മാർക്കറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അയാളുടെ സിനിമാ ഫീൽഡിൽ അയാളെ ഔട്ടാക്കണം. അപ്പോൾ അയാളുടെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാവും. ദെൻ അതോടുകൂടി അയാളെ പിന്തുണയ്ക്കാൻ ആരും വരില്ല. ആ അവസ്ഥയിലേക്ക് അയാളെ എത്തിക്കണം. അതായത് കാശ് എറിഞ്ഞാണ് ഈ പിന്തുണ എല്ലാം നേടുന്നത്. അങ്ങനെയല്ല. അതായത് ഒരു മനുഷ്യനെ പൂർണ്ണമായും നശിപ്പിച്ചു കളയും. ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അയാളുടെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യനെ ഇല്ലാതാക്കാം പൂർണ്ണമായിട്ടും. അയാളെ പിടിച്ച് 2 അടി കൊടുക്കുക, അയാളെ കയ്യോ കാലോ വെട്ടിക്കളഞ്ഞാലൊന്നും അയാൾ പിന്നെയും ജീവിക്കും. പക്ഷേ അയാളുടെ ഫിനാൻഷ്യലി ഉള്ള സാമ്പത്തിക സ്രോതസ് തകർത്ത് കളഞ്ഞാൽ ആ മനുഷ്യനെ ഒരു ആത്മഹത്യയിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മളൊരു കുഴപ്പം ചെയ്യുന്നില്ല. കൂടിപ്പോയ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഒരു കുറ്റം, അത് വലിയ കാര്യമില്ല. അധികം വൈകാതെ ജാമ്യം കിട്ടും. വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ആത്മഹത്യാ പ്രേരണയൊന്നും വലിയ കാര്യമില്ലാത്ത, കോടതിയിൽ തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ആത്മഹത്യാ പ്രേരണയും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയും ഒക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്, തെളിയിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് മറ്റാരോ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒരു പാവയെ പോലെ ചിലരൊക്കെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അപ്പീലിന് പോകൂ.
അല്ല, നിയമപരമായ ഒരു സംവിധാനം നമുക്കുണ്ടല്ലോ. ഭാഗ്യലക്ഷ്മിക്ക് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് അതിജീവിത തളർന്നിട്ടില്ല, അതിജീവിത അപ്പീലിന് പോകും, അപ്പീലിന് പോയിട്ട് അപ്പീലിലൂടെ കൂടെ നേടിയെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പീലിന് പോകണം, അല്ലാതെ പോകണം, അപ്പീലിന് പോകണം. ഹൈക്കോടതിയിൽ ഇപ്പോൾ തന്നെ അപ്പീലിന് പോകാനുള്ള നടപടികൾ സ്വീകരിച്ച് അപ്പീലിൽ എത്രയും വേഗം അപ്പീലിന് പോയി അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ നമ്മുടെ പരമോന്നത കോടതി വരെ എത്തി ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം. അവിടെയും തീരുമാനം കിട്ടില്ലെങ്കിൽ ഇത് പുനരന്വേഷിക്കണമെന്നും പറഞ്ഞു ഹർജി സമർപ്പിക്കാൻ സാധിക്കും. പുനരന്വേഷിക്കണം, ഈ കേസ് പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും നീതിന്യായ വ്യവസ്ഥയിൽ വീണ്ടും വകുപ്പുകൾ കിടപ്പുണ്ട്. ഇവരെ അടക്കം കക്ഷി ചേർത്തുകൊണ്ട് പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇവർ ആരോപണം ഉന്നയിക്കുന്ന എല്ലാവരെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഹർജി സമർപ്പിച്ച് ഇത് വീണ്ടും അന്വേഷിക്കണം, പുനരന്വേഷിക്കണം, തെളിവ് നശിപ്പിക്കപ്പെട്ടു. ഇത് അന്വേഷിക്കാനുള്ള വകുപ്പുണ്ടല്ലോ. ഇതിൻ്റെ നീതിന്യായ വ്യവസ്ഥ ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു സാധനമാണ്. അതിൽ ഒരു ഭാഗത്ത് മാത്രമാണല്ലോ ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്, ഇഷ്ടംപോലെ കിടപ്പുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കണമെന്നേ, അല്ലാതെ നീതിന്യായ വ്യവസ്ഥയെ കിട്ടുന്ന മൈക്കിലൊക്കെ തെറി പറയുക. അതെ, അല്ല അത് ഞാൻ ഈ ചാനൽ ചർച്ചയിലൊക്കെ കാണുന്ന ചർച്ചയിലെല്ലാം ഇപ്പുറത്തിരിക്കുന്ന ആരെങ്കിലും ഒരാൾ വളരെ കൃത്യമായി പഠിച്ചിട്ട് വന്ന് സംസാരിക്കുകയും ഭാഗ്യലക്ഷ്മി അതിൻ്റെ മുമ്പിൽ വളരെ വികാരപരമായി ഷൗട്ട് ചെയ്യുകയും ചെയ്യുന്നു. കാരണം ഈ പോയിന്റിന് മറുപടി പറയാനില്ല. അതുകൊണ്ട് പീഡനങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ, ഈ പീഡനം, ഇയാളുടെ പീഡനം അവിടെ ഒരു കാറ്റഗറി, A+A, B+B, C+C എന്നൊക്കെ പറയുന്ന രീതിയിൽ SSLC റിസൾട്ട് ഒക്കെ വരുമല്ലോ, ആ രീതിയിൽ ഗ്രേഡ് തിരിച്ചുള്ള പീഡനമാണ് ഇവരൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ വളരെ കൃത്യമായി എന്താ പറയാ, ചില കാര്യങ്ങളിൽ അവർക്ക് എന്താ പറയാ, ഈ എന്താ പറയാ, പക്ഷം പിടിച്ചുള്ള പീഡനം, പക്ഷം പിടിച്ച പീഡനം ഇതാണ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഇവിടെ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള യുവതികളുണ്ട്. ചാക്കിൽ കെട്ടിവെച്ച മൃതശരീരമുണ്ട്. ചാക്കിൽ കെട്ടിവെച്ച ഒരു മൃതശരീരമുണ്ട്. കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ഐവർകാല എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടിയുടെ പേര് ശ്രീലക്ഷ്മി എന്നോ മറ്റോ ആണെന്ന് എൻ്റെ ഓർമ്മ, ശ്രീലക്ഷ്മി എന്നാണെന്നാണ് ഓർമ്മ. ആ കുട്ടി ഒരു ദിവസം ജോലിക്ക് പോയതാണ്. ഈ കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോയ കുട്ടി പിന്നെ തിരിച്ചു വന്നില്ല. ഇതിനെ ആരോ കൊന്ന്, ചാക്കിൽ റേപ്പ് ചെയ്ത് കൊന്ന് ചാക്കിൽ കെട്ടി അവിടുത്തെ ഈ കട്ടക്കുളമുണ്ടല്ലോ, മണ്ണെടുക്കുമ്പോൾ കുളമുണ്ടാകും, ആ കുളത്തിനുള്ളിൽ താഴ്ത്തി വെച്ചിരുന്നു. ആ കുട്ടിയെ ഒന്നിലധികം പേർ റേപ്പ് ചെയ്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്ന് വരെ പ്രതിയെ പിടിച്ചിട്ടില്ല. എന്തേ, അതൊന്നും ഒരു സ്ത്രീ അല്ലേ? ഇവരാരും ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ എത്രയോ കേസുകൾ. പൊതുസമൂഹത്തോടാണ് നിങ്ങൾക്ക് പ്രതിബദ്ധത. ഞാൻ ഇന്ന ആളുടെ കാര്യത്തിൽ മാത്രമേ പ്രതികരിക്കുന്നൊന്നും നിർബന്ധം പിടിക്കാൻ പാടില്ലല്ലോ. ഒരുപാട് കേസുകളുണ്ട്. ഇതിപ്പോൾ കോടതി ഇഴകീറി പരിശോധിച്ച് ഇത്ര പേർ കുറ്റക്കാരും ഇത്ര പേർ കുറ്റക്കാരല്ല എന്നും കണ്ടെത്തിയിരിക്കുന്നു. ഈ കുറ്റക്കാരൊന്നും കുറ്റക്കാരല്ലെങ്കിൽ അവരെടുത്ത് അടുത്ത നടപടി സ്വീകരിക്കണം, കൊണ്ടുപോയി അപ്പീൽ കൊടുക്കണം. ഇത് സിനിമയെ തകർക്കും, അയാളുടെ സാമ്പത്തിക സ്രോതസ് അയാളെ ഇല്ലാതാക്കും, അതോടുകൂടി അയാളുടെ കൂടെ നിൽക്കുന്നവരാരും ശരിയല്ല. അയാൾ ശരിയല്ല, അയാളുടെ കൂടെ ആരെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചാൽ അവരും ശരിയല്ല. മൊത്തത്തിൽ ശരിയല്ലാത്തൊരു സമൂഹം. ഇതാണ് ഭാഗ്യലക്ഷ്മിയുടെ കണ്ണിൽ കാണുന്ന ശരികൾ. കുറെ ശരികൾ ഭാഗ്യലക്ഷ്മിക്കുണ്ട്. ഭാഗ്യലക്ഷ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ആവർത്തിച്ച് ഒരേ കാര്യത്തെ പല രീതിയിൽ പറയുന്നുണ്ട്. ഇവരൊക്കെ ഒരു ഇരവാദത്തിന്റെ അങ്ങേയറ്റമാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ ഇരവാദം പറയും. താനാണ് ഇര, നീ വേട്ടക്കാരനാണ് എന്ന രീതിയിൽ സംസാരിക്കാനുള്ള, ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള എന്താ പറയുക ഇങ്ങനെ കണ്ണും പൂട്ടി എന്നും വിളിച്ചു പറയുന്ന കുറെ കാര്യങ്ങൾ. നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കൂ, അതല്ലേ വേണ്ടേ? നിങ്ങൾക്ക് തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ തെളിവായിട്ട് പുറത്തു വിടും. ഇപ്പോൾ നിങ്ങൾ അവിടെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഓരോ തെളിവുകൾ ഇല്ലാതായത് എങ്ങനെയാണെന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും, ഓരോ നിമിഷത്തിലും. ഇപ്പോൾ 1711 പേജ് വരുന്ന വിധിന്യായം വായിക്കുമ്പോൾ ഓരോ പേജും വായിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നു. അവരെല്ലാവരും തന്നെ ഇത് വിളിച്ചു പറയുന്നു, ഇതിങ്ങനെയാണ് പൊളിഞ്ഞത്, ഇത് കള്ളത്തരമായിരുന്നു, ഇങ്ങനെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളും തിരിച്ച് പറഞ്ഞു കൊടുക്കൂ. ഇവരും ആ വിധി വായിച്ചിട്ടുണ്ടാവുമല്ലോ, ഉറപ്പായും സാധ്യതയില്ല, സമയം കിട്ടത്തില്ല. വേദികളിൽ നിന്നും വേദികളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ വായിക്കാനുള്ള സമയം കിട്ടുക? വേദികളിൽ നിന്നും വേദികളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. മൈക്ക് മാത്രമാണ് സ്വപ്നം. അതെ, എന്തും വിളിച്ച് പറയുക. അതൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കരിയറിന്റെ ഒരു ഗ്രാഫ് താഴ്ന്നു തുടങ്ങുമ്പോൾ നമ്മൾ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ ശ്രമിക്കും. അതെ, പണ്ട് നമുക്ക് എത്രത്തോളം ആളുകളുടെ ഒരു നമ്മളിലേക്ക് ആളുകൾ ശ്രദ്ധിച്ചിരുന്നു, ആ ഒരു ശ്രദ്ധക്കുറവ് ആളുകൾക്കിടയിൽ നമ്മളൊരാളല്ല എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും അറ്റൻഷൻ സീക്ക് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തും. അത് മനുഷ്യ സഹജമാണ്. പ്രശസ്തരായിട്ടിരിക്കുന്ന ഒരാൾ ആ പ്രശസ്തിയിൽ നിന്നും താഴേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ തിരിച്ച് കൊടിമുടി പിടിച്ചെടുക്കാൻ വേണ്ടി ചിലപ്പോൾ ചിലരൊക്കെ ചില നമ്പറുകൾ ഇറക്കും. ഇപ്പോൾ ഈ ആറാട്ടണ്ണനെയൊക്കെ ശ്രദ്ധിച്ചു, വായി തോന്നിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും. കാര്യം അറ്റൻഷൻ തന്നിലേക്ക് വരണം. താനിപ്പോൾ
അലിൻ ജോസ് പെരേര സൂപ്പർ സ്റ്റാർ ഫീൽഡ് ഔട്ട് ആണെന്നുള്ള ചിന്ത പുള്ളിക്കുള്ള പുള്ളി ഏറ്റവും കൂടുതൽ ക്യാൻസർ ആണെന്ന് വരെ വിളിച്ചു പറഞ്ഞു. അതെ, ഞാൻ അദ്ദേഹത്തെ അങ്ങനെയല്ല പറഞ്ഞത്, ഭാഗ്യലക്ഷ്മി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിലും ഈ ചെയ്യുന്ന രീതികൾ ശരിയല്ല. ആരെയും എന്തും പറയാം എന്നുള്ളത്. മോഹൻലാൽ ആ സിനിമയുടെ ഭാഗമാണ്. ഒരു സിനിമ എന്ന് പറയുന്നത് ദിലീപിന്റെ മാത്രമല്ലെന്നേ. എത്രയോ പേര് താഴെ തട്ടിൽ ഒരു ലൊക്കേഷൻ ക്ലീൻ ചെയ്യാൻ എത്തുന്ന വ്യക്തി മുതൽ ആ സിനിമയുടെ നിർമ്മാതാവ് വരെ ഉള്ള അനേകായിരം പേരുടെ എന്താ പറയുക കഷ്ടപ്പാടാണ് ഒരു സിനിമ. അതൊരാളുടെ സിനിമയല്ല. ദിലീപിന്റെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പോലെ ആളുകൾക്കിടയിലേക്ക് പ്രചരിക്കുന്ന ഒരു എന്താ പറയുക പരസ്യം മാത്രമാണ്. യഥാർത്ഥത്തിൽ അത് എല്ലാവരുടെയും സിനിമയാണ്. ഒരാൾക്കൂട്ടം, ഒരു വലിയ കൂട്ടം തൊഴിലാളികളും എല്ലാം ചേർന്ന സാങ്കേതിക പ്രവർത്തകരും ഡ്രൈവർമാരും എല്ലാം ചേർന്നവരുടെ അധ്വാനമാണ് ആ സിനിമ. ആ സിനിമയ്ക്ക് അഭിനയിച്ചു എന്ന പേരിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടൻ അദ്ദേഹം അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തത് എങ്ങനെ തെറ്റാകും? അദ്ദേഹം എങ്ങനെ ഒരു അപരാധിയായി മാറും? അദ്ദേഹം എങ്ങനെ അപരാധിയായി മാറും? ആ പ്രൊമോഷൻ എന്താ പറയുക, ഇപ്പോൾ പോസ്റ്റർ പങ്കുവച്ചത് കൊണ്ട് മോഹൻലാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇനി അടുത്ത നടിയെ പീഡിപ്പിക്കാൻ ദിലീപ് പോകുന്ന സമയത്ത് ആ വാഹനം എൻ്റെ വാഹനം വിട്ടുകൊടുക്കുമെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത്? ശരി.